അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. നമ്മൾ പുതിയൊരു പാഠം എടുക്കാം കേട്ടോ. നമ്മൾ അവസാനം തർനീമത്തുൽ ലൈലി എന്നുള്ള പാഠം എടുത്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് മുസാബഖത്തും ബൈന ഷഖീഖൈനി എന്നാണ്. രണ്ട് സഹോദരന്മാർക്കിടയിലുള്ള മത്സരം. ഓക്കെ, സഹോദരന്മാർ തമ്മിലുള്ള മത്സരം എന്നർത്ഥം. ഷക്കീക്ക് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ കൂടപ്പിറപ്പ്, നേരെ സഹോദരന്മാർ, ഉമ്മയും ഉപ്പയൊക്കെ ഒത്ത നേരെ സഹോദരന്മാർക്കാണ് അറിയാം ഷക്കീക്ക് എന്ന് പറയാം. കൂടപ്പിറപ്പ്, ഉടപ്പിറപ്പ് എന്നൊക്കെ പറയാം. നമ്മളെ നേരെ സഹോദരൻ ഉണ്ടല്ലോ, നേരെ ജ്യേഷ്ഠനുജന്മാർക്കാണ് ഷക്കീക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം. قال سيدنا عبد الرحمن بن عوف رضي الله عنه كنت واقفا يوم بدر وغلامان من الأنصار معاذ بن عفراء ومعوذ بن عفراء عن يميني وشمالي والتفت إلي أحدهما فقال سرا من صاحبه أي أمي هل تعرف أبا جهل فقلت نعم وماذا تريد منه يا ابن أخي. അപ്പോൾ അത്ര വരികൾ ആദ്യം നമുക്ക് നോക്കാം. قال سيدنا عبد الرحمن بن عوف رضي الله عنه. സയ്യിദുന അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നർത്ഥത്തിലേക്ക്. എന്താണ് പറഞ്ഞത്? കുന്തു വാഖിഫൻ, ഞാൻ നിൽക്കുകയായിരുന്നു, യൗമ ബദർ, ബദറിൻ്റെ ദിവസം, യൗമ ബദിരിൻ, ബദറിൻ്റെ ദിവസം ഞാൻ നിൽക്കുകയായിരുന്നു. ഗുലാമാനി, രണ്ട് കുട്ടികൾ, മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട രണ്ട് കുട്ടികൾ. ആരൊക്കെ? മുആദ് ബിൻ അഫ്റാ, മുഅവ്വദ് ബിൻ അഫ്റാ എന്നീ രണ്ട് കുട്ടികൾ എൻ്റെ അടുത്തുണ്ട് എന്നർത്ഥം. രണ്ട് കുട്ടികൾ അൻ യമീനി, ഒരാൾ എൻ്റെ വലത് ഭാഗത്തും, ഷിമാലി, മറ്റാൾ എൻ്റെ ഇടത് ഭാഗത്തും. അപ്പോൾ മുആദ് ബിൻ അഫ്റാവും മുഅവ്വദ് ബിൻ അഫ്റാവും ഈ അബ്ദുറഹ്മാൻ ഔഫിൻ്റെ വലത്തും ഇടത്തുമായിട്ട് നിൽക്കുകയാണ് ബദർ ദിവസം. ഈ കഥ പറയുന്നത് ആരാണ്? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് ഇവരെ പറ്റി പറയുന്നത്. അങ്ങനെ വൽതഫത ഇലയ്യ അഹദുഹുമാ, ഇൽതഫത തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നിന്നു, ഇലയ്യ എന്നിലേക്ക്, അഹദുഹുമാ ഇവരിൽപ്പെട്ട രണ്ടിലൊരാൾ. അപ്പോൾ മുആദോ അല്ലെങ്കിൽ മുഅവ്വദോ, ഇവർ രണ്ടിൽപ്പെട്ട ഒരാൾ എൻ്റെ നേരെ തിരിഞ്ഞു. വഖാല ലീ സിറൻ, എന്നോട് രഹസ്യമായി പറഞ്ഞു. വഖാല പറഞ്ഞു, ലീ എന്നോട്, സിറൻ രഹസ്യമായിട്ട്, മിൻ സാഹിബിഹി മറ്റേ ആളിൽ നിന്നും രഹസ്യമായിട്ട്. അപ്പോൾ രണ്ട് കുട്ടികളുണ്ടല്ലോ, അത് മറ്റാൾ കേൾക്കാതെ എന്നർത്ഥം. മിൻ സാഹിബിഹി തൻ്റെ സാഹിബിൽ നിന്നും, തൻ്റെ കൂട്ടുകാരിൽ നിന്നും രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു. ഐ അമ്മി, ഇവിടെ നമ്മൾ അറബികൾ സാധാരണ ഉപയോഗിക്കുന്ന പദമാണ് അമ്മ. മുതിർന്ന ആളുകൾ ഉപയോഗിക്കുന്നത് അമ്മ, എളാപ്പ, എൻ്റെ എളാപ്പ എന്നർത്ഥത്തിന് നേരെ എളാപ്പ അല്ലെങ്കിലും അങ്ങനെ ഉപയോഗിക്കും. നേരെ എളാപ്പ എന്നല്ല, അങ്ങനെ ഉപയോഗിച്ചതാണ്. ഉപ്പയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഉപ്പയുടെ വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് അറബികൾ നല്ല ബഹുമാനത്തോട് ഉപയോഗിക്കുന്ന അമ്മ എന്ന് ഉപയോഗിക്കും. അഥവാ എൻ്റെ എന്താ പറയുക, ഉപ്പാൻ്റെ സ്ഥാനത്തുള്ള, അപ്പോൾ എളാപ്പ എന്നർത്ഥത്തിനേക്ക്. അത് എളാപ്പ എന്തല്ല യഥാർത്ഥ ഉപ്പയുടെ ജ്യേഷ്ഠൻ അഞ്ചനായത് കൊണ്ടല്ല, ഒരു ബഹുമാനം കൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ അമ്മി, എന്താ പറയുക, ഉപ്പ എന്നർത്ഥത്തിനേക്ക്. ഹൽ താരിഫ് അബാ ജഹൽ, നിങ്ങൾക്ക് അബൂ ജഹലിനെ അറിയുമോ എന്ന് ഒരു കുട്ടി എന്നോട് ചോദിച്ചു എന്ന് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ വഖുൽതു, ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം എനിക്കറിയാം. അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് തിരിച്ചു ചോദിക്കുകയാണ്, വ മാദാ തുരീദു മിൻഹു യാ ഇബ്ന അഖി. അപ്പോൾ നമ്മൾ അറബികളുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു രൂപമാണത്, ഇബ്ന അഖി, സഹോദരൻ്റെ മകനെ എന്നുള്ള അർത്ഥത്തിനേക്ക്. അപ്പോൾ മാദാ തുരീദു മിൻഹു യാ ഇബ്ന അഖി, എൻ്റെ സഹോദരൻ്റെ മകനെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അബൂ ജഹലിനൊക്കെ എനിക്കറിയാം. ഓ മാതാ തുരീദ്, നീ എന്തുദ്ദേശിക്കുന്നു? മിൻഹു, ആ അബൂ ജഹലിൽ നിന്നും, യബ്നാഹി എൻ്റെ സഹോദരൻ്റെ മകനെ, എൻ്റെ കുട്ടി, നീ എന്താണ് അബൂ ജഹലിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഖാല, അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഉഖ്ബിർതു, എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, അന്നഹു, ആ അബൂ ജഹൽ, സബ്ബ യസുബ്ബു എന്നുണ്ടോ, യുസബ്ബു അല്ല, സബ്ബ യസുബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയെ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ അബൂ ജഹൽ നബിയെ തെറി വിളിക്കുന്നുണ്ട് എന്ന് എനിക്ക് വിവരം, മുഖ്ബിർത്തു, ഞാൻ വിവരം നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് വിവരം ലഭിച്ചു. അന്നഹു, അബൂ ജഹൽ,
യസുബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നബിയെ ചീത്ത വിളിക്കുന്നുണ്ടെന്ന്. അരിനീഹി യാ അമ്മ, എളാപ്പ അത് കാണിച്ചു തരൂ. അരിനി എന്നാൽ റൻ്റെ അതിനൊന്ന് അഫ്അല വസനാണ് അറ, അതിൻ്റെ അമ്രാണ് അരി എന്നുള്ളത് വികാരം. അപ്പോൾ അരിനി എനിക്ക് കാണിച്ചു തരൂ, ഹി അദ്ദേഹത്തെ, അരിനീഹി എനിക്ക് അദ്ദേഹത്തെ കാണിച്ചു തരൂ, യാ അമ്മി എളാപ്പ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഫഇന്നി അതൈതുല്ലാഹ അഹദൻ, ഇനി തീർച്ചയായും ഞാൻ അതൈതുല്ലാഹ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്, അഹദൻ ഒരു കരാർ നൽകിയിട്ടുണ്ട്. എന്താണ് കരാറ്? ഇൻ റഅയ്തുഹു ഞാൻ കണ്ടാൽ, ആരെ കണ്ടാൽ? ഞാൻ അബൂജഹലിനെ കണ്ടാൽ, അൻ അഖ്തുലഹു ഞാൻ ആ അബൂജഹലിനെ കൊല്ലും, ഔ അമൂത ദൂനഹു അല്ലെങ്കിൽ അങ്ങനെ കൊല്ലാതെ ഞാൻ മരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ദൂനക്ക് രണ്ടർത്ഥം വെക്കും, ആ അബൂജഹലിന് മുമ്പിൽ വെച്ച് ഞാൻ മരിച്ചു പോവും. ഓക്കെ, ഞാൻ അബൂജഹലിനെ കണ്ടാൽ, റഅയ്തുഹു ഞാൻ അബൂജഹലിനെ കണ്ടാൽ, അൻ അഖ്തുലഹു ഞാൻ ആ അബൂജഹലിനെ കൊല്ലും, ഔ അമൂത ദൂനഹു അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ അബൂജഹലിന് മുമ്പിൽ വെച്ച് ഞാൻ മരിച്ചു പോകും എന്ന് ഞാൻ, അല്ല എന്നുണ്ടെങ്കിൽ അമൂത്തദൂനോ അങ്ങനെ കൊല്ലാതെ ഞാൻ മരിച്ചു പോകും, കൊല്ലാൻ സാധിക്കാതെ മരിച്ചു പോകും എന്നൊരു കരാർ വെച്ചത്. ഇവിടെ ഏറ്റവും നല്ലത് എന്താണ്? അബൂജഹലുമായിട്ട് യുദ്ധം ചെയ്ത് അവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും എന്നാണ് ഏറ്റവും നല്ലത്. അമൂത്തദൂനോ അബൂജഹലിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ മരിച്ചു പോകും എന്ന് ഞാൻ കരാർ അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കണേ. അപ്പോൾ ചോദിച്ചു അബൂജഹൽ എവിടെയാണെന്ന് ഒരാൾ ചോദിച്ചു, മുആദ് ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുറഹ്മാൻ അഫ്റല്ലാന്ന് പറഞ്ഞു, എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ തന്നെയാണ് മറ്റേ ആൾ വഖാലിൽ ആഖർ, മറ്റേ ഒരു മുആദ് മുഅവ്വദ്, ഇവർ രണ്ട് സ്വഹാബിമാരിൽ പ്രമുഖരാണ് കേട്ടോ, പ്രമുഖരായ സ്വഹാബിമാരാണ്. അപ്പോൾ വഖാലിൽ ആഖർ സിറൻ മിൻ സ്വാഹിബി, മറ്റേ സഹോദരൻ, മിൻ സ്വാഹിബിഹി തൻ്റെ സുഹൃത്തിൽ നിന്നും രഹസ്യമായിട്ട് നമ്മൾ അബ്ദുറഹ്മാൻ ഔഫിനോട് ചോദിച്ചു. വഖാലി എന്നോട് ചോദിച്ചു, അൽ ആഖറു രണ്ടാമത്തെ ആൾ, സിറൻ രഹസ്യമായിട്ട്, മിൻ സ്വാഹിബിഹിമ ഒന്നാമത്തെ ആളിൽ നിന്നും തൻ്റെ സുഹൃത്തിൽ നിന്നും രഹസ്യമായിട്ട്. അദ്ദേഹം എൻ്റെ സുഹൃത്ത് കേൾക്കാൻ പാടില്ല, ഞാൻ തന്നെയായിരിക്കണം അബൂജഹലിനെ കൊല്ലേണ്ടത് എന്ന ആ മത്സര ബുദ്ധിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചു. അബ്ദുറഹ്മാൻ അഫിനോട് ചോദിക്കുകയാണ്, അരിനീഹി യാ അമ്മി എളാപ്പ എനിക്ക് കാണിച്ചു തരൂ, അരിനീഹി അദ്ദേഹത്തെ കാണിച്ചു തരൂ, ഹി എനിക്ക്, യാ അമ്മി എൻ്റെ എളാപ്പ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഫഇന്നി ആഹത്തുല്ലാഹ തീർച്ചയായും ഞാൻ ആഹത്തുല്ലാഹ അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്. ഇൻ ആയൻതുഹു ആയന യു ആയനു ആയിന കണ്ണ് എന്നല്ല, അപ്പോൾ ആയന കണ്ടുമുട്ടുക. ഇൻ ആയത്തുഹു ഞാൻ ആ അബൂജഹലിനെ കണ്ടുമുട്ടിയാൽ, അൻ അളിരിബഹു ബിസൈഫി ഞാൻ എൻ്റെ വാൾ കൊണ്ട് അവനെ വെട്ടും, അബൂജഹലിനെ വെട്ടും, ഹത്ത ഖുതുലഹു ഞാൻ അവനെ കൊല്ലുന്നത് വരെ ഞാൻ അവനെ വെട്ടുമെന്ന് രണ്ടാമത്തെ ആൾ അബ്ദുറഹ്മാൻ അഫിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? അള്ളാഹുവിനോട് ഞാൻ കരാർ ചെയ്തിട്ടുണ്ട്. എന്താണ് കരാറ്? ഞാൻ അബൂജഹലിനെ കണ്ടാൽ അവിടെ വെച്ച് അവനെ കൊല്ലുമെന്ന്, അവനെ കൊല്ലുന്നത് വരെ ഞാൻ അവനെ വെട്ടുമെന്ന് ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അബൂജഹലിനെ നിന്ന് കാണിച്ചു തരുമെന്ന് മറ്റേ സഹോദരൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലായല്ലോ. അബ്ദുറഹ്മാൻ ഔഫും മുആദും മുഅവ്വദും വരിയിൽ അങ്ങനെ ബദറിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ മുആദും മുഅവ്വദും അബൂജഹലിനോട് നമ്മളെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുറഹ്മാൻ ഔഫ്, മുആദ്, മുഅവ്വദ് ഇവർ മൂന്നാളുകളാണ് കേട്ടോ ബദർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മുആദ് മുഅവ്വദും നമ്മൾ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എന്ത്? അബൂജഹലിനെ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഇവരോട് ചോദിക്കുന്നു എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം നബിയെ തെറി വിളിക്കുന്നത് കാരണത്താൽ അവനെ കൊല്ലും, അബൂജഹലിനെ ഞങ്ങൾ കൊല്ലുമെന്ന് ഞങ്ങൾ കരാർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഫബൈനമാ അന കദാലിക അബ്ദുറഹ്മാൻ അഫ്റുല്ലാന്ന് പറയാണ്, അങ്ങനെ ഞാനായിരിക്കെ, ഫബൈനമാ അന ഞാൻ അങ്ങനെ, വബൈനമാ അന കദാലിക ഞാൻ അങ്ങനെ ആയിരിക്കെ, ഇത് ബറസ അബൂജഹൽ അതിൻ്റെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒന്ന് വെളിപ്പെട്ടു. ബറസ എന്ന് പറഞ്ഞാൽ വ്യക്തമായി കണ്ടു എന്നർത്ഥം. ഇത് ബറസ അബൂജഹലിനെ വ്യക്തമായി. ഫഖുൽത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞു, അലാ തറയാനി നിങ്ങൾ രണ്ടുപേരും കാണുന്നില്ലേ, അലാ ഇല്ലയോ, തറയാനി നിങ്ങൾ രണ്ടുപേരും കാണുന്നില്ലേ, റആയറ അതിൻ്റെ റയാനി നിങ്ങൾ രണ്ടുപേരും തറയാനി നിങ്ങൾ രണ്ടുപേരും കാണുന്നു, ലാ തറ നിങ്ങൾ കാണുന്നില്ല, ഇല്ലയോ. അപ്പോൾ അലാ തറയാനി നിങ്ങൾ രണ്ടുപേരും അബൂജഹലിനെ കാണുന്നില്ലയോ, ഹദാ അബൂജഹൽ അതാണ് എന്ത് അബൂജഹൽ, ഹദാ അബൂജഹൽ അബൂജഹൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഹദാ സ്വാഹിബുക്കും
നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സ്വാഹിബ് അതാ എന്ന്, അതാ അദ്ദേഹമാണ് സ്വാഹിബുക്കും നിങ്ങളുടെ സ്വാഹിബ്, നിങ്ങൾ പറഞ്ഞ സ്വാഹിബ് അദ്ദേഹമാണ്. അങ്ങനെ ഇത് കേട്ട ഉടനെ ഫശദ്ദ അലൈഹി, ശദ്ദ എന്ന് പറഞ്ഞാൽ ശദ്ദ അല എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക എന്നാണ്. അപ്പോൾ ശദ്ദ അലൈഹി, അവർ രണ്ടുപേരും, ശദ്ദ എന്നാണ്, ശദ്ദ അവർ രണ്ടുപേരും ആക്രമിച്ചു അലൈഹി അബൂജഹലിനെ. അബൂജഹലിനെ ഇവർ നേരിട്ട് പോയി അബൂജഹലിനെ വെട്ടി ആക്രമിച്ചു. മിത്ല സൊക്രൈനി, രണ്ട് കൈകന്മാരെ പോലെ, രണ്ട് കൈകന്മാർ ഒരു വസ്തുവിനെ കൊല്ലുന്നത് പോലെ ഇവർ രണ്ടുപേരും ഈ അബൂജഹലിനെ കൊന്നു. ഹത്താ ലറബാഹു, ആക്രമിച്ചു. ഹത്താ ലറബാഹു, അവർ രണ്ടുപേരും അബൂജഹലിനെ വെട്ടി. അപ്പോൾ ഹത്താ ലറബാഹു, അവർ രണ്ടുപേരും അബൂജഹലിനെ വെട്ടി. സുമ്മൻ സറഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അവർ രണ്ടുപേരും മടങ്ങി. സറഫ ഇല, മടങ്ങി വന്നു. ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മടങ്ങി വന്നു. അഖ്ബറാഹു, അവർ രണ്ടുപേരും ഈ അബൂജഹലിനെ കൊന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. അഖ്ബറാ, ഇവർ രണ്ടുപേരും പറഞ്ഞു കൊടുത്തു. നബിക്ക്, നബിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കുമാ ഖതലു, ആരാണ് കൊന്നത്? അയ്യുക്കുമാ, നിങ്ങളിൽ രണ്ടുപേരിൽ ആരാണ് ഖതലുഹു, അബൂജഹലിനെ കൊന്നത്? ഖാല കുല്ലു മിൻഹുമാ, രണ്ടാളും പറഞ്ഞു. ഖാല കുല്ലു മിൻഹുമാ, രണ്ടാളും പറഞ്ഞു. അന ഖതൽതുഹു, ഞാനാണ് കൊന്നത് എന്ന് മുആദും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ചോദിച്ചു, ഹൽ മസഹ്തുമാ സൈഫക്കുമാ, നിങ്ങളുടെ വാളുകൾ നിങ്ങൾ തുടച്ചിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ലാ, ഞങ്ങൾ തുടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫനളറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സൈഫൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വാളിലേക്ക് നോക്കി. നളറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കി. ഫി സൈഫിൻ, ഇവർ രണ്ടുപേരുടെയും വാളിൽ നോക്കി. വഖാൽ, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിലാഹുമാ ഖതല, നിങ്ങൾ രണ്ടുപേരുമാണ് കൊന്നത്, ഒരാളല്ല, രണ്ടുപേരുമാണ് കൊന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന ജിഹാദാണ്. ആ ജിഹാദിൽ അങ്ങനെയായിരുന്നു. ചെറിയ കുട്ടികളെ, ഈ മുആവദൊക്കെ ചെറിയ കുട്ടികളായിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. അവർ ഇത്രത്തോളം ജിഹാദിന് താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് അബ്ദുറഹ്മാൻ ഔഫ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. അബ്ദുറഹ്മാൻ ഔഫ് വലിയ ധനാഢ്യനായിരുന്നു. ഒരുപാട് സമ്പത്തും ഒരുപാട് സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സമ്പത്ത് ചിലവഴിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ചെയ്യാൻ പറഞ്ഞ അവസരത്തിൽ തൻ്റെ സമ്പത്തിൻ്റെ പകുതിയിലധികം എടുത്ത് സ്വതക്ക ചെയ്തു. അതുപോലെ പല സമയത്തും യുദ്ധത്തിന് പോകാൻ നിൽക്കുമ്പോൾ, യുദ്ധസന്നാഹങ്ങൾ കുറവാകുമ്പോൾ അവിടെയൊക്കെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ച ഒരുപാട് ഒട്ടകങ്ങളും, ബദറിലും മുഹദിലും ഖന്തക്കിലും തുടങ്ങിയ ഒരുപാട് ഒട്ടകങ്ങളും അതുപോലെ തന്നെ ആവശ്യ സാമഗ്രികളൊക്കെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു സംഭാവന ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. പിന്നെ സമ്പത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മഹാൻ കൂടിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പിന്നെ അവസാന സമയത്ത് വഫാത്താകുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിൻ്റെ ഒരു വസിയത്തുണ്ട്. ആ വസിയത്തിൽ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ബാക്കിയുള്ള ബദ്രീങ്ങൾക്ക്, എൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ള ബദ്രീങ്ങൾക്ക് 400 ദിർഹമിലധികം നിങ്ങൾ സ്വതക്ക ചെയ്യണം എൻ്റെ സമ്പത്തിൽ നിന്നും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താകാൻ ബാക്കിയുള്ള, വഫാത്തായിട്ടില്ലാത്ത ആ ഭാര്യമാർക്ക് നിങ്ങൾ ഒരുപാട് സമ്പത്ത് എൻ്റെ സമ്പത്തിൽ നിന്നും കൊടുക്കണമെന്നൊക്കെ വസിയത്ത് ചെയ്തു. അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ സമ്പത്തിന് സത്യത്തിൻ്റെ പാതയിൽ, ഇസ്ലാമിൻ്റെ പാതയിൽ ചിലവഴിക്കാൻ അവസരം കിട്ടിയ മഹാനായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഖുറൈശിയായിരുന്നു, സുഹരി ഗോത്രത്തിലായിരുന്നു ജനിച്ചത്. അദ്ദേഹം ജാഹിലിയത്തിലും അറിയപ്പെട്ട ആളായിരുന്നു. ജാഹിലിയത്തിൽ അബ്ദുൽ കഅബ എന്നും അബ്ദു അംർ എന്നും അറിയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യത്തെ 8ാമത്തെ ആളായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു മുസ്ലിമായി കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബ്ദുറഹ്മാൻ എന്ന പേര് വിളിക്കുന്നത്. അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ പ്രധാനിയാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫ ആരാക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു 6 അംഗ സംഘത്തെ നിയോഗിച്ചു. ആ സംഘത്തിലും പ്രധാനിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പിന്നെ അബൂജഹൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇസ്ലാമിലെ ബദറിലും ഇസ്ലാമിൻ്റെ പ്രധാന ശത്രുവായിരുന്നു അബൂജഹൽ ഫിറഔനെയും ഖാറൂനെയും പോലെ ധിക്കാരിയും അഹങ്കാരിയുമായിരുന്നു.
അംർ ബിൻ ഹിഷാമിൽ മഖ്സൂമി എന്നായിരുന്നു ഈ അബൂജഹലിൻ്റെ യഥാർത്ഥ പേര്. പിന്നെ അബൂജഹലിനെ കൊന്നത് ആര് എന്ന വിഷയത്തിൽ ചരിത്രത്തിൽ ഒരുപാട് നോക്കുമ്പോൾ മുആദും മുഅവ്വദുമാണ് അവരുടെ കൊലക്ക് കാരണമായ, ഈ അബൂജഹലിൻ്റെ കൊലപാതകത്തിന് കാരണമായ അക്രമങ്ങളൊക്കെ നടത്തിയത്. എന്നാലും അവിടെ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെയും ഒരു എന്താ പറയുക, അവസാനമായിട്ട് വെട്ടിയത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. പിന്നെ ഈ മുആദ് ബിനുൽ ഹാരിസ് എന്നാണ് യഥാർത്ഥ നമ്മുടെ മുആദിൻ്റെയും മുഅവ്വദിൻ്റെയും പേര്. മുആദ് ബിൻ ഹാരിസ് അല്ലെങ്കിൽ മുഅവ്വദ് ബിൻ ഹാരിസ്. പക്ഷെ അറിയപ്പെട്ടത് മുആദ് ബിനുൽ അഫ്രാ എന്ന ആ ഉമ്മയുടെ പേരിലാണ്, ഉമ്മയിലേക്ക് ചേർത്തിട്ടാണ് അറിയപ്പെട്ടത് കേട്ടോ. ഓക്കെ, അഫ്രാവും ഹാരിസൊക്കെ നല്ല കുടുംബത്തിൽ പിറന്ന നല്ല സ്വഹാബ്, നല്ല പരമ്പരയുള്ള ആളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലെ പദങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പറയുമ്പോൾ മുആദ് അഫ്രായും യമീൻ എന്ന് പറഞ്ഞാൽ വലതുഭാഗം, ഇൽത്തഫത്താറ തിരിഞ്ഞു നോക്കി, സിറൻ എന്ന് പറഞ്ഞാൽ സിറ മിൻ സാഹിബി തൻ്റെ സുഹൃത്ത് കേൾക്കാതെ രഹസ്യമായി എന്നർത്ഥം കേട്ടോ. അൽ താരിഫ് അബാ ജഹൽ, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയുമോ? ഉഖ്ബിർതു, എനിക്ക് വിവരം ലഭിച്ചു. ആരിനീഹി, എനിക്ക് അബൂജഹലിനെ കാണിച്ചു തരൂ. പിന്നെ അതുപോലെ തന്നെ ആഹത്തുല്ലാഹ, അതുപോലെ തന്നെ അതയ്തു അഹദ് എന്ന് പറഞ്ഞാൽ കരാർ ചെയ്യുക. അഹത്തു എന്ന് പറഞ്ഞാൽ അതിന് കരാർ ചെയ്യുക. ഇന്ന അയൻതുഹു എന്ന് പറഞ്ഞാൽ ഇൻ റഅയ്തുഹു, ഞാൻ കണ്ടാൽ. ഇവിടെ ഇൻ റഅയ്ത എന്നല്ല ഇൻ റഅയ്തു എന്നാണ് കേട്ടോ. പിന്നെ നദ്രിബ ബിസൈഫി, ഞാൻ വാൾ കൊണ്ട് വെട്ടും എന്നർത്ഥം. ഹത്താ ഖുതുലഹു, കൊല്ലുന്നത് വരെ. ബറസ പറഞ്ഞാൽ വെളിവായി, പ്രത്യക്ഷമായി. അബൂജഹൽ പ്രത്യക്ഷമായി. സ്വാഹിബുക്കും, നിങ്ങൾ അന്വേഷിക്കുന്ന ആ മനുഷ്യൻ എന്നർത്ഥം. ഷദ്ദാല പറഞ്ഞാൽ ആക്രമിക്കുക. സൊഖർ എന്നാൽ കൈകൻ, പ്രാപിടിയൻ എന്നൊക്കെ അർത്ഥത്തിനേക്കാണ് സൊഖർ. ഹത്താ ദറബാഹു, അങ്ങനെ അവർ രണ്ടുപേരും അബൂജഹലിനെ വെട്ടി. മസഹത്തു മാ, ഹൽ മസഹത്തുമ, നിങ്ങൾ രണ്ടാളും തുടച്ചിട്ടുണ്ടോ? മസഹത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തുടച്ചു. മസഹത്തുമ, നിങ്ങൾ രണ്ടുപേർ തുടച്ചു. അപ്പോൾ ഹൽ ചെയ്തിട്ടുണ്ടോ എന്നർത്ഥം, തുടച്ചിട്ടുണ്ടോ എന്നർത്ഥം. കിലാഹുമ, നിങ്ങൾ രണ്ടുപേരുമാണ് അബൂജഹലിനെ കൊന്നത്. അങ്ങനെ ഇസ്ലാമിലെ ഏറ്റവും വലിയ ശത്രുവിനെ കൊന്നതിനുള്ള കൂലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ഓക്കെ, പാഠം നല്ല ശ്രദ്ധിക്കുക, പദങ്ങളൊക്കെ എഴുതി വെക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലായല്ലോ, രണ്ട് എന്താ പറയുക കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ നേരെ സഹോദരന്മാരാണ് മുആദും മുഅവ്വദും. അവർക്ക് ഇസ്ലാമിൻ്റെ ജിഹാദിനിക്കുള്ള താല്പര്യം, അവർക്കുള്ള മത്സര ബുദ്ധിയായിരുന്നു ഈ അബൂജഹലിനെ അവസാനിപ്പിക്കാനുള്ള പ്രധാന കാരണം. അബൂജഹൽ നശിക്കുന്നതോടുകൂടി ശത്രുപക്ഷത്തിൻ്റെ ശക്തി അവിടെ ക്ഷയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ബദറിലും പിന്നീടുള്ള യുദ്ധങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത്. ഓക്കെ, അസ്സലാമു അലൈക്കും.